ഹലോ, ഇത് കുറേ ദിവസം മുന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരു ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ സോയാബീൻ കൊണ്ട് ഒരു മസാല നമ്മുടെ നെയ്ച്ചോറൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കറി രൂപത്തിൽ ഉണ്ടാക്കുന്നതാണ്. ഹസ്ബൻഡ് മോനും വെജിറ്റേറിയൻ ആണ്. അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1.5 സവാള എടുത്തിട്ടുണ്ടായിരിക്കും. അത് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ മുൻപൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, സോയാബീൻ വറക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലുണ്ടാക്കിയിട്ടുള്ള ആ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ പച്ച കളറുള്ളത്. അതിനുശേഷം കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഈ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചിക്കൻ മസാലയാണ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഞാൻ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. മല്ലിപ്പൊടിയുടെ ആ കുത്ത് ഏട്ടനൊന്നും ഇഷ്ടമില്ല. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറിയതിന് ശേഷം, ആ പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം തക്കാളി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ അടി പിടിക്കുന്നതൊക്കെ ഒന്ന് മാറിക്കിട്ടാം. അതിനുശേഷം നമ്മൾ കുതിർത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള സോയാ ചങ്ക്സ് അരിഞ്ഞെടുത്തത് ചേർത്തിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പോയി ഒരു കറുകപ്പട്ടയുടെ ഇലയൊക്കെ പറിച്ചു കൊടുന്നു. അപ്പോൾ ഇതൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അടച്ച് വയ്ക്കുകയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള നെയ്ച്ചോറാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഞാൻ പച്ചരി കൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. ശരിക്കും നമ്മൾ ബിരിയാണി റൈസ് വെച്ച് തയ്യാറാക്കുന്ന നെയ്ച്ചോറ് പോലെ തന്നെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ടിത് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം ഞാൻ കുറച്ച് പച്ചവെളിച്ചെണ്ണ അതുപോലെ തന്നെ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചവെളിച്ചെണ്ണ വാങ്ങിയതിന് ശേഷം ഒഴിച്ച് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി.